ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രശ്ന സങ്കീർണമായിരിക്കുന്ന ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വർഗീയ ദൈവത്തിൻ്റെ കരുണയാൽ ഈ രാത്രിയിൽ ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ സന്ദേശത്തിനായി തന്ന അവസരത്തെ ഓർത്ത് എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് കേൾക്കുവാൻ ഒരാളുണ്ടാകുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമായിരിക്കുന്ന കാര്യമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ലൈവിലായിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ചെങ്ങന്നൂരാണ്. എൻ്റെ സ്വദേശം കോട്ടയമാണ്. കോട്ടയത്ത് നിന്ന് ഞാൻ ചെങ്ങന്നൂർക്ക് പോകുന്ന വഴിക്ക് പ്രകൃതിയുടെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. മഴയുടെ പ്രതിസന്ധി ഉണ്ടായി. എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലും പ്രിയ കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹീതനായിരിക്കും ദൈവവൃത്യൻ സിജു പാസ്റ്ററോടുള്ള വാക്ക് നിമിത്തവും ഇതിനകത്തുനിന്ന് ഈ ലൈവിൽ നിന്ന് ഒഴിവാകുവാൻ കഴിയാതെ സ്തോത്രം, ഇന്ന് രാത്രി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വത്തെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിപ്പാൻ ശ്രദ്ധേയമായി ഈ വേദി ഒരുക്കി തരികയും ആ വേദിയിലൂടെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ അനേക സമയങ്ങളിൽ ഈ പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ സിജു പാസ്റ്ററേയും കർത്താവിൻ്റെ ദാസി അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഇന്ന് രാത്രി ഈ ലൈവിൽ വന്ന് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഉള്ള പല പ്രിയപ്പെട്ട നടുവിലുണ്ട്. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ അനുജൻ സ്തോത്രം ദിലീപ് ടോംസ് ഈ ലൈവിലുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹോദരൻ കർത്താവിൽ അഭിഷിക്തനായിരിക്കുന്ന ദൈവദാസൻ ലിൻസ് പാസ്റ്റർ, പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം. ഈ ലൈവ് ഇപ്പോഴും ഇനി തുടർമാനമായി കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ സ്തോത്രം എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഈ രാത്രി സ്വർഗ്ഗത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് പറയുവാൻ കാരണം, ഇന്ന് രാത്രിയിൽ ലൈവ് ചെയ്യുന്നതും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്തോത്രം സ്ഥലമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ചെങ്ങന്നൂർക്ക് പോകുന്ന വഴിയിൽ എൻ്റെ സ്തോത്രം സഹോദര തുല്യനായി, ജ്യേഷ്ഠ സഹോദര തുല്യനായി, ഒരു പിതാവിനെ പോലെ മാതാവിനെ പോലെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ ദൈവദാസൻ സ്തോത്രം അനുഗ്രഹീതനായിരിക്കും ദൈവവൃത്യൻ സാബു പാസ്റ്ററുടെ ഭവനത്തിലിരുന്നാണ് ഈ ലൈവ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ദാസനുമായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ബന്ധമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ എൻ്റെ മോൾക്ക് ഇന്ന് ഈ സമയം അവൾക്ക് 10 വയസ്സാകാറായി. ഇന്നേക്ക് 10 വർഷത്തിന് മുമ്പ് 4 വർഷം തലമുറകളില്ലാതിരുന്ന് ദൈവം ഞങ്ങൾക്ക് തലമുറയെ തന്ന പുറത്തു വന്നപ്പോൾ സ്തോത്രം, എൻ്റെ കുഞ്ഞ് ജീവനില്ലാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പത്തനംതിട്ടയിൽ നിന്ന് ഓടി വന്ന്, അന്ന് ഞങ്ങളുടെ സ്ഥലം സഭയുടെ പാസ്റ്ററാണ് കർത്താവിൻ്റെ ദാസൻ. എൻ്റെ സ്വദേശം മഞ്ചാടിഗിരിയാണ്, കുമരകത്തിനടുത്ത്. അവിടെ കർത്താവിൻ്റെ ദാസൻ ചർച്ച് ബോർഡിൻ്റെ വേലയുമായി കർത്തദാസൻ അവിടെ വേലയിലായിരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ വേദനപ്പെട്ട സങ്കടത്തോടിരിക്കുന്ന എൻ്റെ മുമ്പാകെ വന്നിട്ട്, മോനെ 10 നിമിഷം ദൈവദാസനെ ഭയപ്പെടേണ്ട, തന്നിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആരെ കണ്ടാലും സ്തോത്രം കൊടുക്കേണ്ടുന്ന മാന്യത കൊടുത്ത ആ ദൈവദാസൻ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയും തിരികെ സ്തോത്രം ബഹുമാനം പ്രാപിക്കുകയും ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം. അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയം ഇന്ന് രാത്രിയിൽ മഴയുണ്ടായത് സ്തോത്രം ഈ മന്ദിരത്തിൻ്റെ അവിടെ എനിക്ക് ഇങ്ങനൊരു ലൈവിൽ കർത്താവിൻ്റെ ദാസന്റെ ഭവനത്തിലായിരിക്കാൻ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറക്കാത്ത ഒട്ടനവധി ഓർമ്മകൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ തലമുറയുടെ മേൽ സ്തോത്രം ദൈവത്തിൻ്റെ വാഗ്ദത്തം വെളിപ്പെടുമാറ് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുന്നിടയെ തീർന്നു. മരണപ്പെട്ട എൻ്റെ കുഞ്ഞിൻ്റെ മേൽ സ്തോത്രം തൻ്റെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ജീവനെ എടുത്തിട്ട് ഈ കുഞ്ഞിന് ജീവൻ കൊടുക്കണം. കാരണം ഹല്ലേലൂയ, ഇന്ന് ആരെങ്കിലും ഒരു വിഷയം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അത്ര ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായി പ്രാർത്ഥിക്കുവാൻ, ആ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പ്രിയ ദൈവദാസൻ ഒരുക്കപ്പെടുവാനിടയായി. ഇന്ന് രാത്രി പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ടാകാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടാകാം, പ്രാർത്ഥനാ വീരന്മാരായിരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ടായിരിക്കാം. അവരെ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവദാസനെ ഓർക്കാത്ത ദിവസങ്ങളില്ല. ഞാൻ ലൈവ് ചെയ്യുന്ന
ഏത് ലൈവിലും ആമേൻ ദൈവം എനിക്ക് തന്ന തലമുറയുടെ കാര്യം പറയുമ്പോഴൊക്കെയും അഭിഷേകത്തിൻ്റെ കാര്യം പറയാറുണ്ട്. കാരണം അനേക ഇടയന്മാരുടെ നടുവിൽ മാതൃകയുള്ള ഒരു ഇടയനായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്യുവാൻ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവവൃത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത്, മോനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്തോത്രം സ്ഥലം സഭയുടെ ദൈവദാസനായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹിത ദൈവവൃത്യൻ പാസ്റ്റർ ബേസിൽ മോഹൻ അവറുകൾ ഇന്ന് രാത്രി ലൈവിലുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മൾ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ്. നമ്മുടെ മുണ്ടക്കയത്തും അതുപോലെ തന്നെ കോട്ടയത്തും പത്തനംതിട്ടയിലും പല സ്ഥലങ്ങളിൽ അനേക ദൈവവൃത്യന്മാർ, അനേക പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, സഹോദരൻ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവരൊക്കെയും വേദനപ്പെട്ട് ആമേൻ ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കി വെച്ച സകല നന്മകളും നിർനിമിഷത്തിൽ വെള്ളം അവരെ കലക്കി മറിച്ചെടുത്തോണ്ട് പോകുമ്പോൾ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവർക്ക് നല്ല സാഹചര്യങ്ങളെ, പുതുവഴികളെ ദൈവം തുറക്കട്ടെ. ഭവനമില്ലാതെ ആമേൻ ഉടുതുണി മാത്രമായി, ഉടുത്തിരുന്ന വസ്ത്രം മാത്രമായി ഓടിപ്പോയ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനാ വിഷയം എന്നതുപോലെ ആമേൻ സ്തോത്രം പല ആമേൻ ഗ്രൂപ്പുകളിലും കാണുവാനിടയെത്തുന്നു. വേദനയോടാണ് വിഷയത്തിൽ പ്രാർത്ഥിച്ചത്. അവൻ ഒരു മനുഷ്യന്റെ മുഴുവൻ നന്മയും നിർനിമിഷത്തിൽ ഇല്ലാതെ പോകുമ്പോൾ ഇന്ന് രാത്രി ഓർത്തോണം, നാം പ്രതീക്ഷ വെച്ചത് പലതും അസ്തമിക്കുമ്പോഴും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സ്തോത്രം. കാരണം നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടാകുക, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ലെങ്കിലും നമുക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ പല ആളുകൾ, അല്ലെങ്കിൽ എന്നെപ്പോലെ, നിങ്ങളെപ്പോലെ, നമ്മെപ്പോലുള്ള പല മനുഷ്യരും കേൾക്കാൻ ആമേൻ സ്തോത്രം ബുദ്ധിമുട്ടും സാഹചര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അശ്രദ്ധരായിരിക്കുമ്പോൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി മറന്നു പോകരുത്. ഞാനും നിങ്ങൾ വേദനപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ നമ്മുടെ സങ്കടത്തിൻ്റെ സങ്കടയാതനകളെ അവഗണിക്കാതെ നമ്മെ തിരിച്ചറിയുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ എൻ്റെ സ്തോത്രം ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശം ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. കൂടെ ഇരിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പ്രസന്റ് ചെയ്യുവാൻ, നിങ്ങളോട് സ്തോത്രം ഹല്ലേലൂയ വർണ്ണിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. എനിക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ ഈ ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോം കിട്ടിയതും അത് യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഉയർത്തി കാണിക്കാൻ ഒന്നേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, നിങ്ങളായിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിന് റീച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്തോത്രം ഒത്തിരി ഷെയർ ഉണ്ടാക്കുക. ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയിൽ ഓർക്കുക, കേൾക്കുന്നവരുടെ കാതുകൾ കിംബമാകുന്ന വർത്തമാനം, സംസാരം ഉണ്ടാക്കുവാനല്ല ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കുന്നവർക്ക് വിടുതലുണ്ടാകുവാൻ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, പരിശുദ്ധ കർത്താവേ, അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരത്തിലേക്ക് ഈ രാത്രി ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, സ്നേഹിതർ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ലൈവ് കാണുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നും നാളെയും അടുത്ത ദിനങ്ങളിലൊക്കെയും ഈ ലൈവ് കാണുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിനായി സ്തോത്രം. കർത്താവിൽ അനുഗ്രഹിച്ച ദൈവവൃത്യൻ സിജുപാസ്റ്റയും കർത്താവിന്റെ ദാസിയും കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ടെ. എല്ലാ നന്മകൾക്കും ദൈവത്തിന്റെ കൃപയ്ക്കുമായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് മാത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം കർത്താവിൽ വായിക്കുവാൻ ശരണപ്പെടുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, പല പ്രസംഗങ്ങളിലും ഈ വാക്കുകൾ ഇല്ലാതില്ല. ഭയപ്പെടേണ്ട,
ഭ്രമിക്കരുത്, ഉറച്ചു നിൽക്കുക, ധൈര്യപ്പെടുക. സത്യത്തിൽ ഈ വാക്കിൻ്റെ സ്തോത്രം അക്ഷരങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിനകത്ത് 3-4 അക്ഷരങ്ങളെ ഉള്ളെങ്കിലും ആ അക്ഷരങ്ങൾ കൊണ്ട് കുറിച്ചു വെച്ചിരിക്കുന്ന ആ വാക്കുകൾക്ക് സ്തോത്രം അന്വർത്ഥമായിരിക്കുന്ന, അല്ലെങ്കിൽ നിർവചിക്കാൻ കഴിയാത്ത അർത്ഥവ്യാപ്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വേദനപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ അരികെ ചെന്നിട്ട് പറയാ, ധൈര്യപ്പെട്, ഭാരപ്പെടണ്ട കേട്ടോ. സ്തോത്രം. ഇത് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ കർത്താവ് വലിയവനാ. വിശ്വാസത്തോടെ ചില വാക്കെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നാം പറയുന്ന വാക്കുകൾ അവരുടെ ഹൃദയത്തിനകത്ത് അത് സ്ഫുരിച്ച് സ്തോത്രം അവരെ ഭാരപ്പെടുന്ന വിഷയത്തെ ലഘൂകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പ്രിയ സ്നേഹിതരെ, നിങ്ങളും അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ കാണുന്ന വിഷയം വലുതായിരിക്കാം. ഇപ്പോൾ കൊറോണ പിടിച്ച് കിടക്കുന്ന ഒരു ആൻറ്റി വിളിച്ചപ്പോൾ അവരോട്, എനിക്കറിയില്ല അവരെ, പക്ഷേ അവർക്ക് എന്നെ അറിയില്ല. സ്തോത്രം. അവര് ആയിരിക്കുന്നു എന്നറിഞ്ഞ് അവരെ വിളിച്ചു. സാരമില്ല, പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ പാസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സ്തോത്രം ഹല്ലേലൂയ, ധൈര്യത്തിന്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ സ്തോത്രം ഒരു അവർ ഉത്കണ്ഠപ്പെട്ട വിഷയത്തെ ലഘൂകരിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ ഈ ലൈവിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പല വിഷയത്തിൽ ഉത്കണ്ഠപ്പെട്ട് നാളെ എന്തായിത്തീരുമെന്ന്, നാളത്തെ ആരാധനയ്ക്ക് ആളുകൾ വന്നില്ലെങ്കിൽ എന്തായിത്തീരും, നാളത്തെ ആരാധന പ്രകൃതിക്ഷോഭം മൂലം നടക്കാതിരിക്കുന്ന എത്രയോ ദൈവദാസന്മാർ വേദനപ്പെട്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ലൈവ് കാണുന്നത്, ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാത്രി ഉടയവൻ അറിയാം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, മഴയുടെ പ്രതിസന്ധി കൂടി വന്നപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് ഇന്ന് ലൈവ് നടത്തുന്നതേ, ഞാൻ അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവെ അങ്ങേക്ക് ഹിതമാണെങ്കിൽ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാത്രി ലൈവ് നടക്കട്ടെ. സ്തോത്രം. നമ്മൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും, എൻ്റെ വിശ്വാസം അതാണ്, നമ്മൾ എന്തേരം സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. നമ്മൾ എന്തെല്ലാം കൂട്ടിവെച്ചെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. ഇന്ന് രാത്രിയിൽ സ്തോത്രം മലവെള്ളപ്പാച്ചിൽ വന്നിട്ട് അനേക പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങൾ ഒഴുകിപ്പെട്ടുപോയി. ഞാൻ ഓർത്തൊരു കാര്യം, ആയുസിൻ്റെ 3/4% കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 55-60 വയസ്സ് വരെയുള്ള പിതാവ് തൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത മുഴുവൻ നന്മയും ഒരു മലവെള്ളപ്പാച്ചിലിനകത്ത് ഒഴുകിപ്പോകുമ്പോൾ ഓർക്കുക, അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം, പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സ്തോത്രം. ഒരു ദൈവവൈദ്യന്റെ വിശ്വാസം എന്നാണെന്നറിയാവോ, ഇവിടുത്തെ ചിലത് നഷ്ടപ്പെട്ടു എങ്കിലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യമായ വാസസ്ഥലം, ഭൂമി നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഭൗമികമായിരിക്കുന്ന ഒരു ഭവനം ആവശ്യമാണ്. പക്ഷേ ഹല്ലേലൂയ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഭവനമുണ്ട്. അത് നഷ്ടപ്പെട്ടിട്ട് ഇവിടെ നമ്മൾ എന്തെല്ലാം നേടിയാലും വെറുതെയാണ്. ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ അനേക ദൈവദാസന്മാർ, അനേക ദൈവദാസിമാർ സ്തോത്രം ഫേസ്ബുക്കും വാട്സാപ്പിലും സ്തോത്രം മറ്റുള്ള ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ സ്തോത്രം അവരറിയിക്കുന്നത് സ്തോത്രം നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് ഓർക്കുക, സ്തോത്രം അപ്പോൾ ഹല്ലേലൂയ, യോശുവയോട് പറഞ്ഞൊരു കാര്യം, യഹോവയുടെ ദാസനായിരിക്കുന്ന യോശുവയ്ക്ക് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത് എന്തെന്നാണ് ചോദിച്ചാൽ, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്നിട്ട് പറയുന്നത് കാര്യമാണ്, സ്തോത്രം, നിന്റെ ദൈവമായ യഹോവ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. സ്തോത്രം. അപ്പൊ ദൈവം കൂടെയുള്ളത് കൊണ്ട്, യഹോവയായിരിക്കുന്ന ദൈവം കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, നീ എന്തിനു ധൈര്യപ്പെടണം? ഉപദേശി സ്തോത്രം, എനിക്ക് ആ വിളിയാ ഇഷ്ടം, ഉപദേശി എന്ന് വിളിക്കുന്നത്. സ്തോത്രം, അതിനൊരു ഉപദേശം കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഉപദേശി എന്ന് വിളിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. നോക്കിക്കേ, ഉപദേശി, ഇത് നിങ്ങൾക്കിത് പറയാം, പക്ഷേ വേദനപ്പെടുന്ന വിഷയത്തിൽ, പ്രിയ സഹോദര സഹോദരി, വിളിച്ചു പറയട്ടെ, നീ വേദനപ്പെടുന്ന വിഷയത്തിൽ യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ വിഷയത്തിന് സമാപ്തി വരുത്തുവാൻ കർത്താവിന് കഴിയും. നോക്കിക്കേ, പ്രതീക്ഷയറ്റ ജീവിതത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും അസ്തമിച്ച നയീനിലെ ഒരു മാതാവ്, തൻ്റെ മകൻ ആകെ പ്രതീക്ഷയായിരുന്നു, താനൊരു വിധവയായിരിക്കുന്നു, പക്ഷേ തൻ്റെ മകന്റെ നഷ്ടം, പുത്രനഷ്ടം വളരെ വലുതാണ്. നോക്കിക്കേ, ഇന്ന് നമ്മൾ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ സ്തോത്രം മാധ്യമങ്ങളിലൂടെ കണ്ടു, അനുപമ എന്ന് പറയുന്ന ഒരു സഹോദരി തൻ്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട്, തിരികെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സ്തോത്രം താൻ പ്രതിഷേധമായിട്ടും അതുപോലെ തന്നെ സ്തോത്രം താൻ എന്ത്
എന്ത് ചെയ്യാണ്? അതിനെ നഖശികാന്തം എതിർത്തുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞ് തിരികെ പിടിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്തിനാണ്? അനേക കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞ സാഹചര്യങ്ങളുടെ നടുവിൽ ശരണ്യമാരുള്ള കേരളത്തിൽ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ ആരൊക്കെയോ കൂടി ആലോചിച്ച് നഷ്ടപ്പെടുത്തിയപ്പോൾ അതിൻ്റെ നടുവിൽ ആ സഹോദരി ആ കുഞ്ഞിനെ തിരികെ മേടിക്കാനിരിക്കുക. ഒരു കാര്യം ഓർക്കണം, ഒരു ഭാഗത്ത് അനേകര് മനുഷ്യൻ മാനത്തോടിരിക്കുന്ന മനുഷ്യന് വിവേകഹീനനായിട്ട് നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി വിവേകം നഷ്ടപ്പെട്ടവനായി സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ വലിച്ചെറിയുവാൻ ഒരു സ്തോത്രം ഹല്ലേലൂയ ഒരു വ്യസനവുമില്ലാതെ വിഷമവുമില്ലാതെ വലിച്ചെറിയാൻ ഒത്തിരി പേര് ധൈര്യം കാണിച്ചപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടത് ആ മാതാവ് തിരികെ പിടിക്കാൻ നിൽക്കുക. ഞാൻ പറയട്ടെ, കാരണം പറഞ്ഞതിൻ്റെ കാര്യം എന്താ ചോദിച്ചാൽ, ഇന്ന് രാത്രി ഓർക്കുക, നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പുത്രദുഃഖം അല്ലെങ്കിൽ തലമുറയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണെന്ന് തിരിച്ചറിയാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസൻ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ജീവനെ എടുത്തിട്ട് ഈ കുഞ്ഞിന് ജീവൻ കൊടുക്കണമെന്ന് പറയാൻ ധൈര്യം കാണിച്ചത് കാരണം ഒരു കുഞ്ഞിൻ്റെ നഷ്ടം അത് വലുതാണ്. മാതാവെന്ന നിലയ്ക്കും പിതാവെന്ന നിലയ്ക്കും ഞങ്ങൾക്കത് താങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, സ്തോത്രം, നയീനിലെ വിധവയുടെ തലമുറ നഷ്ടപ്പെട്ടത് ആ സഹോദരിക്ക് സന്തോഷമൊന്നുമല്ല. കേരളക്കരയ്ക്കകത്ത് ഒത്തിരി പേര് കുഞ്ഞുങ്ങളെ സ്തോത്രം വെറുതെ കളഞ്ഞിട്ട് അവരുടെ ജഡീക സുഖത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ചിലര് മാത്രം എല്ലാവരുമില്ല. പക്ഷേ നോക്കിക്കേ, ഈ മാതാവ് വേദനയോടെ സ്തോത്രം ചുമന്നു കൊണ്ടുപോകുന്ന മഞ്ചത്തിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ നയീൻ പട്ടണത്തിലേക്ക് വെളിയിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങുന്ന മൃതശരീരത്തിന്റെ മുമ്പിൽ സ്തോത്രം യേശു നയീൻ പട്ടണത്തിലെ അകത്തേക്ക് വരികയാണ്. പട്ടണത്തിന്റെ പേര് നയീൻ എന്നാണ്, അതിന്റെ അർത്ഥം മനോഹരം എന്നാണ്. മനോഹരം എന്ന പട്ടണത്തിനകത്തേക്ക് സ്തോത്രം യേശുനാഥൻ അകത്തേക്ക് വരുമ്പോൾ അകത്തുനിന്നൊരു വിലാപത്തിന്റെ യാത്രയുമായിട്ട് പുത്രന്റെ നഷ്ടവുമായിട്ട് വേദനപ്പെട്ടൊരു മാതാവും തൻ്റെ ആമകളിൽ മരണപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞിന്റെ മൃതശരീരമായിട്ട് വെളിയിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി വരുന്നു. നോക്കിക്കേ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, എല്ലാ സാഹചര്യങ്ങളും എതിരാണ്. ഇനി ഇവനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വെറും സ്തോത്രം വാക്കാലും ചിന്തയാലും മാത്രം ഇരിക്കുമ്പോൾ യേശു വന്നിട്ട് പറയുക, കരയണ്ട. യേശു അവളെ കണ്ടിട്ട് അവളോട് മനസ്സലിഞ്ഞിട്ട് പറയുക, കരയണ്ട. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ തലമുറയുടെ ഭാവി ഓർത്ത് ഫ്രീ ഫയറും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങൾ ഓർത്ത് കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ട് അവരെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഓർക്ക്, നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഏത് അക്രമാസക്തമായിരിക്കുന്ന ഗെയിമിനകത്തുനിന്നും സർവശക്തനായ ദൈവം നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കണം, അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അനേക കുഞ്ഞുങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് അവരോട് സ്തോത്രം ദാഷ്ട്യം കാണിച്ച് അവരെ പ്രകോപിപ്പിച്ച് നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല. പക്ഷെ ഒരുപക്ഷെ സ്നേഹം കൊണ്ട് അവനെ തിരികെ കൊണ്ടുവരാം, സ്നേഹം കൊണ്ട് അവളെ തിരികെ കൊണ്ടുവരാം. ഹല്ലേലൂയ. നോക്കിക്കേ, സ്തോത്രം, ഒരു പരിധി വരെ സ്തോത്രം നമ്മൾ സ്നേഹിക്കാൻ തയ്യാറായാൽ, ഒരു പരിധി എന്നല്ല, ശരിയാവണ്ണം സ്നേഹിക്കാൻ തയ്യാറായാൽ നഷ്ടപ്പെടുന്നതിനെ തിരികെ പ്രാപിക്കാൻ കഴിയും. അത് തലമുറയായിരുന്നാലും കുടുംബമായിരുന്നാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും തകർച്ചകൾ അനുഭവിക്കുന്നവരുണ്ടാകാം. അതിന്റെ നടുവിൽ ഒരു കാര്യം ഓർത്താൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മേലാൽ രണ്ടല്ല ഒന്നത്രേ. അതുകൊണ്ട് നഷ്ടപ്പെടാനല്ല, കൂടി ചേർന്നിരിക്കാനാ പലരെയും തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നഷ്ടപ്പെടാൻ വേണ്ടി ആരെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നിങ്ങൾ സ്നേഹിക്കാൻ, തുറന്ന മനസ്സോടെ സ്നേഹിക്കാൻ തയ്യാറായാൽ സ്തോത്രം, ഒരുപക്ഷെ ഈ നഷ്ടം നികത്താൻ കഴിയും. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ സഹോദരി ഈ കുഞ്ഞിൻ്റെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് അവളെ കണ്ട് യേശു മനസ്സലിഞ്ഞ് അവളുടെ അരികെ ചെന്നിട്ട് പറഞ്ഞത്, കരയണ്ട. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, കരയുന്ന വിഷയത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങളെ നോക്കി ഇന്ന് രാത്രി വചനത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, സ്തോത്രം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും അവനുള്ളത് കൊണ്ട് സ്തോത്രം ഉറപ്പും ധൈര്യമുള്ളവൻ ായിരിക്കണം. അതുമാത്രമല്ല, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഇന്ന് രാത്രിയിൽ സ്തോത്രം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭ്രമിച്ചു പോകാതെ, ഹല്ലേലൂയ, സ്തോത്രം, അധൈര്യപ്പെട്ടു പോകാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്തോത്രം ഹല്ലേലൂയ നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഈ രാത്രി വിളിച്ചു പറയട്ടെ, സർവശക്തനായ ദൈവം നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ മറുപടി തരാൻ ശക്തിയുള്ള ദൈവമാണ്.
നോക്കിക്കേ, ഈ സഹോദരി തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെട്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവനെ തിരികെ കൊടുക്കുവാൻ യേശു മഞ്ചം തൊട്ടു. ഇന്ന് രാത്രിയിൽ ന്യായപ്രമാണം പറയുന്നത് ശവം തൊടുന്നവനും ശവത്തെ തൊടുന്നവനൊക്കെയും ആമേ സ്വത്രം ഹല്ലേലൂയ അശുദ്ധന. പക്ഷേ ഈ തൊടുന്നവൻ്റെ നടുവിൽ ആമേ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടേണ്ടതിന് ഈ രാത്രി നോക്കുക, ആമേ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം ചലിക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഈ രാത്രി പ്രാർത്ഥനയോടെ ആമേ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നോക്കണേ, ഈ കുഞ്ഞിനെ ആമേ സ്തോത്രം ആമേ ശ്രദ്ധിക്കുക. ആ കുഞ്ഞിൻ്റെ ആമേ മൃതശരീരം കൊണ്ടുവന്ന മഞ്ചം കർത്താവ് തൊട്ടു. കർത്താവ് തൊട്ടിട്ട് ചുമക്കുന്നവരവിടെ നിന്നു. പ്രമാണത്തിൽ ഒരിക്കലും ആർക്കും അത് തൊടാൻ കഴിയത്തില്ലെങ്കിലും സ്തോത്രം കർത്താവ് ആ മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഓർക്കുക, ചില പ്രമാണ നിമിത്തം നിൻ്റെ അടുത്ത് വരാൻ കഴിയത്തില്ല, നിൻ്റെ വിഷയത്തോട് അടുക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന സാഹചര്യം, നീ ഏത് മതസ്ഥനായിക്കോട്ടെ, ആമൻ ഹല്ലേലൂയ ഇസങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഒറ്റ കാര്യം പറയാം, കർത്താവ് ആരുടെ അടുത്ത് ഇറങ്ങി വരാൻ ശക്തനാണ്. പ്രൈസലോ. അതുകൊണ്ട് മുഹമ്മദ് വിളിച്ചാലും, ആമേ സോദർ കൃഷ്ണൻകുട്ടി വിളിച്ചാലും, ആമൻ ആലീസ് വിളിച്ചാലും, ആമേ സോദർ രാമൻകുട്ടി വിളിച്ചാലും, യേശുവേ എന്നെ സഹായിക്കാൻ വരണേന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നൊരു ദൈവമാണ് എൻ്റെ യേശു. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവ്. അതുകൊണ്ട് ആമേ സ്തോത്രം, നിങ്ങൾ ഭാരപ്പെടരുത്. ആമേ സ്തോത്രം, സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം ആമേ ഹല്ലേലൂയ ആമേ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഈ രാത്രി ഓർക്കുക, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ സ്തോത്രം, ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയുടെ കരം ഈ രാത്രി ചലിക്കും. ഹല്ലേലൂയ ആമേ. നോക്കണേ, ആമേ സ്തോത്രം, ദൈവത്തിൻ്റെ കരുണ ഈ രാത്രിയിൽ നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഏത് വിഷയം തന്നെ നിങ്ങൾ ഭാരപ്പെടുന്നുവോ, നിങ്ങളുടെ വിഷയം ഏത് ആമേ സ്തോത്രം എത്ര പ്രയാസപ്പെടുന്നതായിക്കോട്ടെ, അതിൻ്റെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ശക്തിയുള്ളതാകിയാൽ ഇന്ന് രാത്രി ആരോടൊക്കെ വിളിച്ചു പറയട്ടെ, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഒന്ന്, ആമേൻ, യേശു കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പ് പ്രാപിക്കണം. സ്തോത്രം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ കർത്താവ് എനിക്ക് ഉള്ളതുകൊണ്ട് ഉറപ്പ് പ്രാപിക്കണം. അങ്ങനെ ഉറപ്പ് പ്രാപിച്ചാൽ ഒരു വിഷയത്തിൽ നമ്മൾ പതറാൻ ഇടവരത്തില്ല, തൂങ്ങി മരിക്കാൻ ഇടവരത്തില്ല, ആമെ മദ്യപിക്കാൻ ഇടവരുത്തത്തില്ല, ആമെ സ്തോത്രം ഹല്ലേലൂയ സ്വയം ജീവിതം നശിപ്പിക്കാൻ തയ്യാറാകത്തില്ല. കാരണം യേശുവിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആമെ സ്തോത്രം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രശ്നങ്ങളുടെ നടുവിൽ വിടുതൽ തരുവാൻ മതിയായ ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇവിടുത്തെ ആമെ സ്തോത്രം വമ്പന്മാരായിരിക്കുന്ന പണച്ചാക്കുകൾ നിൻ്റെ കൂടെയുണ്ടോന്നോ, ഇവിടുത്തെ ഉന്നത ശ്രേഷ്ഠന്മാരായിരിക്കുന്നവർ നിന്റെ കൂടെ ഉണ്ടോ എന്നല്ല അറിയേണ്ടത്. ഇന്ന് രാത്രി യേശു നിന്റെ കൂടെ ഉണ്ടോ? യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേ സ്തോത്രം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഹോവയായിരിക്കുന്ന ദൈവം ആമേ സ്തോത്രം യോശുവയെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ ദൈവമായ ഹോവ നിങ്ങളുടെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും കൂടെയുണ്ട്. ആമേ സ്തോത്രം. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഇന്ന് രാത്രി പറയട്ടെ, ഈ ഉറപ്പും ധൈര്യവും പ്രാപിക്കാൻ ആമേ നിർനിമിഷത്തിൽ ആമേ സ്തോത്രം ഇതൊക്കെ പറഞ്ഞു പോകുന്ന ആമേ സ്തോത്രം ആ യോശുവയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുക. ഉടനെ യോശുവ ഇറങ്ങലിച്ച ആമേ ശബ്ദത്തോടെ ചോദിച്ചൊരു കാര്യമുണ്ട്, നീ ആരുടെ പക്ഷക്കാരനാ? ശത്രുപക്ഷക്കാരനാണോ? എന്നോട് പറഞ്ഞത് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാനാ പറഞ്ഞേ, എന്നിട്ട് ഇത് വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാളോങ്ങി ഒരുത്ത് നിൽക്കുകയാണ്. നമ്മളൊരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ, നമ്മൾ ഇന്ന് രാത്രി തീരുമാനം എടുക്കുക. ഇന്ന് രാത്രി മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് ഷെയർ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളൊരു തീരുമാനം എടുക്കുക, യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കാം. അത് ഏറ്റവും നല്ല കാര്യം കേട്ടോ. ഉലകത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിൻ്റെ മുമ്പാകെ ജീവിതം സമർപ്പിക്കുക. അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണേ, അങ്ങ് എൻ്റെ രക്ഷകനും അങ്ങ് എൻ്റെ കർത്താവുമായിട്ട് വരണേ, ഇത്രയും പറഞ്ഞാൽ മതി. വലിയ കാര്യമൊന്നുമില്ല. സ്വത്രം, നിൻ്റെ ആമേ ഹല്ലേലൂയ 10 ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസിൻ്റെ ഒരു ഷെയർ ഒന്നും കർത്താവിന് വേണ്ട. ആമേ ഹല്ലേലൂയ. നോക്കിക്കേ, കർത്താവിന് വേണ്ടത് നിൻ്റെ ഹൃദയമാണ്, നിൻ്റെ കീശയല്ല സഹോദര. നിൻ്റെ കീശയുടെ പിന്നിലിരിക്കുന്ന ആ വേദനപ്പെടുന്ന ഹൃദയം, സ്തോത്രം, അല്ലെങ്കിൽ 4 അറകളുള്ള ആമേ സ്തോത്രം തുടിക്കുന്ന ഹൃദയത്തെ യേശുവിന് ആവശ്യമാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ വാതിക്കൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇന്ന് രാത്രിയിൽ അനേക പ്രിയപ്പെട്ടവരുടെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേ സ്തോത്രം ശ്രദ്ധേയമായിട്ട് പറയട്ടെ, നീ വേദനപ്പെടുന്ന വിഷയത്തിൽ നിനക്ക് പരിസമാപ്തി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. സ്തോത്രം, കർത്താവിന് കഴിയാത്തൊരു കാര്യവുമില്ല. ഈ രാത്രി പ്രിയപ്പെട്ടവരെ ആമേ സ്തോത്രം, എൻ്റെ സമയം തീരാറായി എങ്കിൽ പോലും ആമേ സ്തോത്രം ഒരു കാര്യം ഞാൻ പറയാം. ആമേ, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം.
ആമേൻ. യോശുവയോട് പറഞ്ഞൊരു കാര്യം, യോശുവേ നിനക്കെന്താ എത്ര വിശ്വാസം, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ? കാരണം മോശ പറഞ്ഞത്, മോശയോട് കൂടെ ഇരുന്നത് പോലെ യഹോവയായിരിക്കും ദൈവം യോശുവയോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. യോശുവ അവൻ എന്താ നിനക്ക് ഈ ഉറപ്പ് വരാൻ കാരണമെന്ന് ചോദിച്ചാൽ യോശുവ പറയും, ആമേൻ, പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അമാലേക്കരുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ ആമേൻ സ്തോത്രം, അമാലേക്കരുടെ യുദ്ധത്തിന്റെ നടുവിൽ ആമേൻ സ്തോത്രം മോശയുടെ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ കരം താണുപോകുമെന്ന് തോന്നിയ സമയത്ത് അവൻ അഹരോനും ഹൂരും ഒരു രണ്ട് ഭാഗത്ത് നിന്ന് വലങ്കരവും ഇടങ്കരവും അവർ താങ്ങി നിൽക്കുമ്പോൾ മോശയുടെ കരം ഉയർന്നിരിക്കുന്ന സമയത്ത് ആമേൻ ആമേൻ ഇസ്രായേൽ ജനം ജയിക്കും. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവസനെ തീരുമാനമെടുത്തിരിക്കുന്നുവെങ്കിൽ ഈ രാത്രി ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്റെ കരം ക്ഷീണിക്കുവാൻ, ദൈവത്തിൽ വിശ്വസിച്ച നിന്റെ കരം ക്ഷീണിക്കുവാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അമാലേക്കരുടെ ശക്തി ജയിക്കത്തില്ല താനും. പ്രൈസ് ദി ലോർഡ്. കാരണം യോശുവയ്ക്ക് അറിയാം അമാലേക്കരുടെ ശക്തി ജയിക്കാതിരിക്കുവാൻ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അതുകൊണ്ടല്ലേ താൻ വിളിച്ചു പറഞ്ഞത്, പ്രകൃതിയുടെ നടുവിൽ ആമേൻ സ്തോത്രം നിന്റെ മുമ്പിൽ ഈ ശക്തിയെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യോശുവ പറയുകയാണ്, യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുക, സമയം തീരാറായി. പക്ഷേ യോശുവ പറയാ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്ക. എന്താണ്? പ്രാർത്ഥിക്കുന്ന യേശുവിനുള്ള അടിയുറച്ച വിശ്വാസം, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുമ്പോൾ. ഇന്ന് രാത്രി നാട്ടുകാരിൽ ഉറപ്പ് പ്രാപിക്കുകയല്ല, അവരും പറഞ്ഞ വാക്കിൽ നീ ഉറപ്പ് പ്രാപിക്കുകയല്ല. കർത്താവിന്റെ വാക്ക് നിന്നോട് എന്താണോ പറഞ്ഞത്, നിന്നെ വേലയ്ക്ക് വിളിച്ചെങ്കിൽ, നിന്നെ സുവിശേഷത്തിന്റെ വക്താവായി തെരഞ്ഞെടുത്തെങ്കിൽ, ദൈവരാജ്യത്തിന്റെ വക്താവായി തെരഞ്ഞെടുത്തെങ്കിൽ വഴിത്തലക്കൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഇന്ന് രാത്രിയിൽ സധൈര്യം വിളിച്ചു പറയാം, ആമേൻ ഹല്ലേലൂയ. എൻ്റെ അനുഭവത്തിന് വിളിച്ചു പറയാം, യേശു കൈവിടുന്ന ദൈവമല്ല, കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ടല്ലേ ഈ രാത്രിയിൽ ഇത്ര ധൈര്യത്തോടെ നിന്ന് പറയാൻ കഴിയുന്നത്, കർത്താവിനോട് കൂടെ ഇരുന്നാൽ, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഏത് പ്രതിസന്ധിക്കകത്തും ധൈര്യത്തോടെ ഇറങ്ങി നിൽക്കാൻ കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ആമേൻ നിങ്ങളുടെ ആമേകളിൽ ഏത് വിഷയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ നീ ഭാരപ്പെടുന്ന ജോലി സംബന്ധമായ വിഷയത്തിലാണോ, തലമുറയുടെ ഭാവി ഓർത്താണോ, ആമേൻ ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്നോർത്താണെങ്കിൽ ഇന്ന് രാത്രി നിന്നോടാ ദൈവാത്മാവ് പറയുന്നേ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. സ്തോത്രം, ഹല്ലേലൂയ. യഹോവ നിന്നോട് പോകുന്നിടത്തൊക്കെയുമുണ്ട്. നിന്റെ കൂടെ യഹോവയുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട് ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഈ ലൈവ് കട്ടായി പോകാതെ, ആമേൻ മഴയുടെ പ്രതിസന്ധികൾ ഇല്ലാതായി പോകാതെ, ആമേൻ ദൈവം ആമേൻ ഹല്ലേലൂയ ഇത് നടത്തുവാൻ ദൈവം പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എവിടേക്കോ ചിലരുടെ ഹൃദയത്തെ തുറക്കുവാനും ചിലരുടെ ഹൃദയങ്ങൾക്ക് വിടുതലായി തരാൻ വേണ്ടിയാണ്. ഒരു കാര്യം ഓർക്കുക, ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം വിശ്വസ്തയോടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അവൻ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. ഇന്ന് രാത്രി ആരൊക്കെയോ ഭ്രമിച്ചിരിക്കുന്നെങ്കിൽ, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന റിസൾട്ടിനെ നോക്കി ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ, ആമേൻ സ്തോത്രം ഇനി എന്തായിത്തീരുമെന്നോർത്ത് ഭാരപ്പെടുന്നെങ്കിൽ ദൈവാത്മാവ് വിളിച്ചു പറയട്ടെ, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ആമേൻ നിന്നെ ഭയപ്പെടുത്തുന്ന, ഭ്രമിക്കുവാൻ കാരണമാക്കുന്ന വിഷയത്തിന് മേൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ. തലമുറയുടെ ഭാവി ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, അടുത്ത ദിവസമുള്ള അഡ്മിഷൻ ആയിക്കോട്ടെ, ഏത് സാഹചര്യമായിരുന്നാലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ലൈവ് ഇനിയും കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അനേക സ്നേഹിതരുണ്ട്. ആമേൻ സ്തോത്രം. ഈ ലൈവ് ഷെയർ ചെയ്യുന്നവരുണ്ട്. ആമേൻ ഹല്ലേലൂയ. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ എൻ്റെ വിഷയം ഷെയറും ആമേൻ ലൈക്കും കൂടുന്നതല്ല. ഈ രാത്രിയിൽ ചിലർക്കെങ്കിലും വിടുതലായി തരണം, ചിലർക്കെങ്കിലും അനുഗ്രഹമായി തരണം, ചിലരുടെ ജീവിതത്തിലെങ്കിലും പ്രയോജനപ്പെടണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് ഈ ലൈവിനകത്ത് കാണുന്ന പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉറപ്പില്ലാതെ ഭാരപ്പെട്ട് ആമേൻ സ്തോത്രം, അയ്യോ എൻ്റെ ഭവനം നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ വസ്തുവകയില്ലായി തീർന്നല്ലോ. എത്രയോ പ്രിയപ്പെട്ടവർ മുണ്ടക്കയത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ആമേൻ ഹല്ലേലൂയ കുത്തൊഴിച്ചു വന്ന വെള്ളച്ചാട്ടത്തിന് നടുവിൽ ആമേൻ മലവെള്ളം അനേക പ്രിയപ്പെട്ടവരുടെ മുഴുവൻ ആമേൻ സ്തോത്രം നന്മയും മുഴുവൻ പ്രതീക്ഷകളും ഇല്ലാതാക്കുമ്പോൾ ഇന്ന് രാത്രി പ്രിയ സ്നേഹിതരെ, നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകണമല്ല. ഇന്ന് രാത്രി നമുക്ക് ആമേൻ കർത്താവിൽ ശരണപ്പെടാം. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ഒടുവിലത്തെ വാക്യം 14-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം 27-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വായിക്കുന്നു, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം മുറിച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വെക്കുക. ആമേൻ സ്തോത്രം. യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയിൽ പ്രത്യാശ വെക്കുക. ആമേൻ. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം നമുക്ക് ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി
ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി തീരാം. ആമേ ഹല്ലേലൂയ. ആമേ സ്തോത്രം. ജീവനുള്ളവരുടെ ദേശത്ത് ആമേ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയ്ക്ക് പ്രത്യാശ വയ്ക്കുക. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 27 സങ്കീർത്തനം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇന്ന് രാത്രിയിൽ നിനക്ക് വിരോധമായി ഉയർന്നു വരുന്ന വെല്ലുവിളികളുടെ നടുവിൽ ആമേ സ്വർഗത്തിലെ ദൈവത്തെ മുൻനിർത്തുവാൻ, യഹോവയുടെ വെളിച്ചമായി എൻ്റെ രക്ഷയായി എനിക്ക് പേടിക്കാൻ ആമേ സ്തോത്രം ദൈവത്തെ ഭയപ്പെടുക. ആമേ ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. ഈ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചില്ല എങ്കിൽ ആമേൻ എൻ്റെ പ്രസംഗം വ്യർത്ഥയായി പോലും. യേശു കർത്താവ് വരാറായി. അതുകൊണ്ട് പ്രിയരെ നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ആമേ സ്തോത്രം ക്രമീകരിക്കാൻ ദൈവമിടയാക്കട്ടെ. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകാതെ ഉറപ്പും ധൈര്യമുള്ളവരായി കർത്താവിൽ ശരണപ്പെട്ടൊരു ജീവിതം നയിപ്പാൻ, ക്രിസ്തുവിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, ഇന്ന് രാത്രി ഈ മെസ്സേജിൻ്റെ മുമ്പിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ സിജുപാസിനെ കുടുംബത്തെ ഓർക്കുന്നു. ആമേൻ. ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി ലൈവിൽ കടന്നു വന്നവർ, ഷെയർ ചെയ്തവർ, അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലൈക്കും ഷെയറും കൂടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് കർത്താവ് കേൾക്കുന്ന വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം ചലിക്കണം. അവർ ഭാരപ്പെടുന്ന വിഷയത്തിൽ സ്വർഗം വിടുതലയക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ ആമേ സിജുപാസ്റ്ററുടെ കുടുംബത്തോടുള്ള നന്ദിയും വന്ദനം അറിയിക്കുന്നു. ഈ ലൈവിൽ കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ എല്ലാവർക്കും ആമേൻ സ്തോത്രം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാൽ ആമേൻ ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.